നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പല അഭിപ്രായ സർവേ ഫലങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം അടുക്കും തോറും ഇത്തരത്തിലുള്ള അഭിപ്രായ സർവേകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഏറ്റവും ഒടുവിലായി വന്ന ഒരു അഭിപ്രായ സർവേയിൽ അവർ കണ്ടെത്താൻ ശ്രമിച്ചത് ഉത്തർപ്രദേശിൽ BJPക്ക് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു. ഈ അഭിപ്രായ സർവേ മുന്നോട്ട് വെക്കുന്ന ഉത്തരം അതെ എന്ന് തന്നെയാണ്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, മറിച്ച് അസമിലും BJPക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ നൽകുന്ന സൂചന. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80-ൽ 78 സീറ്റുകളും BJP തന്നെ നേടുമെന്നാണ് ഫെഡറൽ പുതിയ തലമുറ ആപ്പ് 2024 പ്രീ പോൾ സർവേ പറയുന്നത്. ഇത് സത്യമാവുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ BJP നേടുന്ന ചരിത്ര വിജയം തന്നെയായിരിക്കും അത്. കാരണം 2009-ൽ വെറും 10 സീറ്റുകൾ നേടിയ ഒരു സംസ്ഥാനത്ത് 2014ലേക്ക് എത്തുമ്പോൾ അവിടെ 71 സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. പക്ഷേ 2019-ൽ ഈ സീറ്റ് നില വീണ്ടും പിറകോട്ട് പോകുന്നു. 71-ൽ നിന്നും അത് 62ആയി ചുരുങ്ങുന്നു. അതിന്റെ കാരണം സംസ്ഥാനത്തെ സമാജ്വാദി പാർട്ടിയുടെ സജീവമായ ഒരു പ്രഭാവം തന്നെയായിരുന്നു. 2024-ൽ 16 സീറ്റുകൾ ഉത്തർപ്രദേശിൽ വർദ്ധിപ്പിക്കാനുള്ള അതിതീവ്ര ശ്രമങ്ങൾ തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ, വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ BJP 2019-ൽ 49.98% വോട്ടുകളാണ് നേടിയിരുന്നത്. അതേസമയം തന്നെ അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടി ആവട്ടെ 54.33% വോട്ടുകൾ നേടിയിരുന്നു. അതേസമയം ഇക്കൊല്ലം സമാജ്വാദി പാർട്ടി 15.01%, കോൺഗ്രസ് 14.51% വോട്ടും നേടുമെന്നുകൂടി ഈ പ്രവചനം സൂചിപ്പിക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെ, അല്ലെങ്കിൽ വലിയൊരു പതനം തന്നെ ആയിരിക്കും 2024-ൽ അവരെ കാത്തിരിക്കുന്നത്. ഈ ഫെഡറൽ സർവേ പ്രകാരം തന്നെ മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി അഥവാ BSPക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ഇത്തവണ ഉത്തർപ്രദേശ് സമ്മാനിക്കുമെന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്. വോട്ട് ഷെയറിനെ സംബന്ധിച്ചിടത്തോളം BJPക്കും കോൺഗ്രസിനും ഒരുപോലെ തന്നെ വോട്ട് വിഹിതത്തിൽ 4% ഒരു വർധനവ് കൂടി ഈ സർവേയിൽ ചില ഡേറ്റകളിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഇത്ര വലിയ ഒരു ചരിത്ര വിജയം BJPയെ കാത്തിരിക്കുമ്പോൾ അവർക്ക് കുറച്ചെങ്കിലും ഒരു ആശയക്കുഴപ്പമുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ച് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ചയിൽ വന്നാൽ അത് BJPയെ ബാധിക്കുമോ എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ വന്നിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരു നെഗറ്റീവും BJPയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അസമിലെ ഈ പ്രവചനം നൽകുന്ന സൂചന. കാരണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള 14 സീറ്റിൽ 10 സീറ്റിലും BJP വിജയം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് ആവട്ടെ വെറും 4 സീറ്റുകളിലേക്ക് ചുരുങ്ങി പോകുമെന്ന് കൂടി പറയുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെങ്കിൽ ഇന്ന് സ്ഥിതി മാറി മറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളാവട്ടെ AUDFനും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി പങ്കുവെക്കുമെന്ന് കൂടി ഈ സർവേ സൂചിപ്പിക്കുന്നു. എന്തായാലും ഉത്തർപ്രദേശിലെ തന്നെയാണ് ഏറ്റവും കൗതുകമുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഈ 80 സീറ്റിൽ 78 BJP നേടുമെന്ന് പറയുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സമ്മാനിക്കാൻ പോകുന്ന ഊർജം ചെറുതാവില്ല. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറയുന്നു 400-ലധികം സീറ്റുകൾ BJP നേടുമെന്ന്. ഉത്തർപ്രദേശ് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ 400 സീറ്റിന്റെ ഒരു സിംഹഭാഗവും BJPക്ക് നൽകാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.